നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ദ 9th ടേം ഓഫ് an AP is 99 and 99th ടേം ഈസ് 9, ഫൈൻഡ് 108th ടേം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം? എന്താണ് അതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും പറയാമോ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ പറഞ്ഞേ, അതായത് ഒരു സീക്വൻസിലെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ? നയൻത്ത് ടേം 99 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 99th ടേം ഈസ് 9, ഫൈൻഡ് 108th ടേം എന്നല്ലേ പറഞ്ഞേക്കണേ, അല്ലേ? ഇത് കാണാനായിട്ടുള്ള വഴി ആർക്കെങ്കിലും അറിയാമോ? അല്ല, ഇങ്ങനെ ഞാൻ പറയാം. 2 ടേമുകൾ ക്വസ്റ്റ്യൻ തന്നാൽ ഞാൻ വേണമെങ്കിൽ എളുപ്പമുള്ള ഇക്വേഷൻ വേണോ? ഓക്കെ, അതായത് നമുക്ക് 2 ടേമുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതൊക്കെ ടേമാണ് നമുക്ക് തന്നേക്കണേ? 99. ശരിയല്ല. അപ്പോൾ 2 ടേമുകൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. xn മൈനസ് xm ഡിവൈഡഡ് ബൈ n മൈനസ് m. ഇതാണ് കോമൺ ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തോ, xn മൈനസ് xm ഡിവൈഡഡ് ബൈ n മൈനസ് m. നോട്ട് ചെയ്തോ? n മൈനസ് m. ശരിയല്ലേ? അപ്പോൾ xn എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ആ ടേമുകളിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് ടേം? 9th ടേമും തന്നിട്ടുണ്ട്, 99th ടേമും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ് ഹയസ്റ്റ് ടേം? 9 ആണോ 99 ആണോ? 99th ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? xn എന്ന് പറഞ്ഞ ടേം ആണ്. 99th ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ല,9th ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 99 ആണ്. അതുപോലെ 99th ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ആണ്. നിങ്ങൾ xn ആയിട്ട് എടുക്കേണ്ടത് എപ്പോഴും ഹയസ്റ്റ് ടേമാണ്. ഇത് ഏതാ ഹയസ്റ്റ് ടേം? ഇതല്ലേ? അത് എത്രയാ? 99th ടേം എത്രയാ? 9 അല്ലേ? അതാണ് xn. ക്ലിയർ ആയോ? xn എന്ന് പറഞ്ഞാൽ ഈ 2 ടേമുകളിൽ ഏറ്റവും വലിയ ടേം എത്രയത്? 99th ടേം എന്ന് പറഞ്ഞാൽ 9 ആണ്. മൈനസ് 9th ടേം എത്രയാ? 99 ഡിവൈഡഡ് ബൈ നമ്മുടെ പൊസിഷനുകൾ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് 99 അല്ലേ? ഇത് 9 ആണ്. അപ്പം 99 മൈനസ് 9 കത്തിയാ? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. xn എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ടേം. ഈ ക്വസ്റ്റിലെ ഹയസ്റ്റ് ടേം ഏതാ? അതെത്രയാ? 9 അല്ലേ? അപ്പൊ 9 മൈനസ് 9th ടേം എത്രയാ? 99 ഡിവൈഡഡ് ബൈ നമ്മുടെ ടേം 99 മൈനസ് 9. അപ്പൊ 99 മൈനസ് 9. ക്ലിയർ ആയാ? അത് അതിന്റെ പൊസിഷൻ ആണ് മോളെ. അത് എത്രാമത്തെ ടേം ആന്നുള്ള പൊസിഷൻ? 99th ടേം അല്ലേ ആദ്യം നമ്മൾ എഴുതിക്കണേ. അത് ഈ 99th ടേം ആണ് 9, 9th ടേം ആണ് 99. മനസ്സിലായോ? ഓക്കെ. അപ്പൊ 9 ന്ന് 99 കുറച്ചാൽ എത്ര കാൽക്കുലേറ്റർ അടിച്ച്? -90 ഡിവൈഡഡ് ബൈ 99 മൈനസ് 9 എത്രയാ? 90. അപ്പൊ -90 ബൈ 90 എത്ര വരും ആൻസർ? -1. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാൻ മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 ടേമുകൾ തന്നാൽ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് ആണ് ഇക്വേഷൻ പറഞ്ഞേ? അപ്പൊ xn എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ടേമുകളിൽ ഏത് ടേം എടുക്കണ്ടേ? ഹയസ്റ്റ് ടേം.
അപ്പോൾ 99th ടേം ആണല്ലോ ഇവിടെ ഹയസ്റ്റ് ടേം. അപ്പോൾ 9. അപ്പോൾ 9 നമ്മൾ ആദ്യം എഴുതേണ്ടത്. മൈനസ് അടുത്ത ടേം 9th ടേം അല്ലേ 99. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അടിയിൽ പൊസിഷനുകൾ കറക്റ്റ് ആവണം കേട്ടോ. അതായത് ഇപ്പം ഞാൻ ആദ്യം എടുക്കേണ്ട 99 അല്ലേ എടുത്തേക്കണേ, 99th ടേം ആണ് 9. അപ്പം 9 മൈനസ് കിടക്കുമ്പോൾ അടിയിൽ എന്ത് വേണം? 99 വേണം കേട്ടോ. അതുപോലെ അടുത്ത ടേം 9th ടേം അല്ലേ പറഞ്ഞേക്കണേ, അത് 99 അല്ലേ. അപ്പോൾ 99 കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ടേം എത്രയാ? 9. കത്തിയാ? അതായത് ഈ 99th ടേം ആണ് 9, 9th ടേം ആണ് 99. ക്ലിയർ ആയാ? അതായത് XN മൈനസ് XM ഡിവൈഡ് ബൈ N മൈനസ് M അല്ലേ? അതാണ് ഉദ്ദേശിക്കണേ. ക്ലിയർ ആയാ? കത്തിയാ? അപ്പൊ ഡി കിട്ടിയല്ലോ, നമുക്ക് ഡി കിട്ടിയല്ലോ. കോമൺ ഡിഫറൻസ് ഇപ്പൊ എത്രയാന്ന് കിട്ടി നമുക്ക്? കോമൺ ഡിഫറൻസ് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? ഇനി വളരെ സിമ്പിളാ. നമുക്ക് എത്രാമത്തെ ടേം കാണാൻ പറഞ്ഞേക്കണേ? 108. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 99ാമത്തെ ടേമിന്റെ കൂടെ 99ാമത്തെ ടേം നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി 108 കിട്ടണമെങ്കിൽ? അപ്പോൾ 99 കഴിഞ്ഞാൽ 100, 101, 102, 103, 104, 105, 106, 107, 108. എത്ര എണ്ണം കൂട്ടിയാൽ മതി? 9 എണ്ണം കൂട്ടിയാൽ പോരെ? 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. അപ്പോൾ 9 ഡി കൂട്ടിയാൽ മതി, 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ക്ലിയർ ആയോ? കത്തിയില്ല? അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 99th ടേം അറിയാലോ മോളെ. എത്രയാണ് 99th ടേം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 99th കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 108ാമത്തെ ടേം കിട്ടുക? എത്ര നമ്പർ കൂട്ടുമ്പോൾ? 9 അല്ലേ? നോക്കി, 99ന്റെ കൂടെ 9 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 108 കിട്ടാം. ശരിയല്ലേ? അപ്പൊ 99ാമത്തെ ടേമിന്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. കാരണം ഒന്നാമത്തെ ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ രണ്ടാമത്തെ ടേം കിട്ടുക. ഡി കൂട്ടുമ്പോഴല്ലേ രണ്ടാമത്തെ ടേം കിട്ടുക. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ രണ്ട് ടേമുകൾ തമ്മിൽ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഒന്നിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ ടേം കിട്ടും, രണ്ടാമത്തിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മൂന്നാമത്തെ ടേം കിട്ടും. അപ്പോൾ 99ാമത്തെ ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 108ാമത്തെ ടേം കിട്ടും? 9 കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം 99ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 9 അല്ലേ? അപ്പോൾ 9 പ്ലസ് എന്ത് വരും? 9D. 9 ഇൻറ്റു -1. ശരിയല്ലേ? അപ്പോൾ 9 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എത്രയാ? -9. അപ്പോൾ 9 പ്ലസ് -9 എത്ര കിട്ടും ആൻസർ? 9 പ്ലസ് -9 അല്ലല്ല. 9 1 പ്ലസ് 1 മൈനസ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാ? വലുത് ചെറുത് കുറച്ച് വലുത് രണ്ട് സെയിം ആയതുകൊണ്ട് 0 വരും. 0 അത്യാ? ചോദിച്ചോളൂ മോളെ. ഞാനപ്പോൾ ഒന്നുകൂടെ പറയാം. 99th ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 108 കിട്ടും? 108ാമത്തെ ടേം കിട്ടും. അത് മനസ്സിലായല്ലോ. അപ്പൊ 99ാമത്തെ ടേമിന്റെ കൂടെ 99ാമത്തെ ടേമിന്റെ കൂടെ പ്ലസ് 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 108 കിട്ടും. ക്ലിയർ ആയില്ലേ? അത് 99ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ ക്വസ്റ്റ്യനില്? അപ്പോൾ 9ന്റെ കൂടെ എന്ത് കൂട്ടണം? 9 കോമൺ ഡിഫറൻസ് കൂട്ടണം. ശരിയല്ലേ? 9ന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചല്ലോ. എത്ര കിട്ടി നമുക്ക്? -1 അല്ലേ? അല്ലേ? അപ്പോൾ 9 പ്ലസ് എന്ത് വരും? 9 ഇൻറ്റു -1 -9. അത്യോ? അല്ല, ഇത് നമ്മുടെ കോമൺ സെൻസ്. 99ാമത്തെ ടേമിന്റെ കൂടെ എത്ര എണ്ണം കൂട്ടിയാൽ 108 കിട്ടും? 9 കോമൺ ഡിഫറൻസ്. 99ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 9 അല്ലേ? അപ്പോൾ 9ന്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 108ാമത്തെ ടേം കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 0 ആൻസർ കിട്ടി. അപ്പോൾ അതിനർത്ഥം 108ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ്. ഇത്രയുള്ള സംഭവം. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ കുറച്ചൊരു ക്ലിയർ ആവും. ഇത് ഈ 99, 9 എന്നൊക്കെ കിടക്കണ കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക്. ഒരേ നമ്പറുകൾ കിടക്കണാരനെ
കൺഫ്യൂഷൻ വരുന്നത്. നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ. ഇനി നോക്കിയേ, nth ടേം ഓഫ് എൻ എ പി ഈസ് 2n+1 അല്ലേ. nth ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. nth ടേം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. nth ടേം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ എന്ത് കാണാനാ പറഞ്ഞേക്കണേ? അരിത്തമാറ്റിക് സീക്വൻസ് കാണാനല്ലേ പറഞ്ഞേക്കണേ അല്ലേ? ഇങ്ങനെ വന്നാൽ ഒന്നും ചെയ്യേണ്ട മക്കളെ. നിങ്ങളുടെ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ ഈ എന്നിൻ്റെ അവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 2 ഇൻറ്റു എന്ത് വരും? എന്നിൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പം 2 ഇൻറ്റു പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ 2 ഇൻറ്റു 1+1. അപ്പം എത്ര കിട്ടി? 2 ഇൻറ്റു 1 2 ആണ്. 2+1 എത്രയാ? 3 കിട്ടി. ഇനി സെക്കൻഡ് ടേം കാണണമെങ്കിലോ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? 2. അപ്പം 2 ഇൻറ്റു 2+1 അപ്പം എത്രയാ? 5. അപ്പം സീക്വൻസ് കിട്ടിയല്ലോ. 3, 5 എക്സെട്ര. ഇത്രയുള്ള സംഭവം. ക്ലിയർ ആയ ഒരു 3 ടേം എഴുതിക്കോളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ടേം കാണണമെങ്കിൽ എന്നിൻ്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ 3 2 6 6+1 7 വരും. അപ്പോൾ 3 5 7 എക്സെട്ര. ഇതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ക്ലിയർ ആയ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് nth ടേം തന്നിട്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ അവിടെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പം നമുക്ക് ആ 3 ടേമും കിട്ടും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? അത് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. യെസ്, സെറ്റ് ദേ ആൻസർ കണ്ടില്ലേ? ക്ലിയർ ആയ? എല്ലാവർക്കും ക്ലിയർ ആയി? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി നമുക്ക് n ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ കേട്ടോ. ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കണേ. സം കാണാനായിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കുക. സം കാണാനുള്ള ഇക്വേഷൻ 2-3 ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കുക. സം എന്ന് പറയുന്നത് എന്താ അറിയോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 2 4 6 എക്സെട്ര. ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ 2 4 6 എന്ന് പറയുന്ന ഈ ഒരു ശ്രേണിയിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാൻ പറയുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണാം? സമ്മിൻ്റെ ഇക്വേഷനാണ്. ആദ്യത്തെ 10 പദം എന്ന് പറഞ്ഞാൽ 2 + 4 + 6 + 8 അങ്ങനെ 10 എണ്ണം ഇല്ലേ? 10 നമ്പറുകൾ. അത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടത് കൂട്ടി നോക്കണ്ട. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇക്വേഷൻ എന്ന് പറഞ്ഞേ എന്താണ് ഇക്വേഷൻ? Sn is equal to n/2 × 2a + n - 1 × d. ഇത് കാണാതെ പഠിക്കുക. n/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ട്? നമ്പർ ഓഫ് ടേം ആണ്. 2a 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. പ്ലസ് n - 1 × d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ സം കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞ എല്ലാവരും n/2 × 2a + n - 1 × d. അപ്പോൾ സം കാണാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സീക്വൻസിൽ ഇത്ര ടേമുകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ സം ഓഫ്, കാണുന്നുണ്ടോ നിങ്ങൾ? ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദ സീരീസ് 3 5 7 9. ഓക്കെ, അപ്പോൾ എത്ര ടേംസിൻ്റെ സം കാണാനാണ് പറഞ്ഞേക്കണേ ക്വസ്റ്റ്യനിൽ? 20. അപ്പോൾ n = എത്രയാ? 20. ഇനി a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ ഇക്വേഷൻ അറിയാലോ, n/2 അപ്പോൾ 20/2. 2a അപ്പോൾ 2 ഇൻറ്റു a എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാ? a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ? എത്രയാ a? 2 ഇൻറ്റു 3 + n - 1 × d. അപ്പോൾ 20 - 1 19. 19 ഇൻറ്റു 2. ക്ലിയർ ആയോ? അപ്പോൾ 20/2 എത്ര വരിക? 20ന് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 10. 2a അപ്പോൾ 2 ഇൻറ്റു 3 6 പ്ലസ് 20 എന്ന് കുറച്ചാൽ 19 ഇൻറ്റു 2. 19 2 38 ആണ്. അപ്പോൾ 38 + 6 നമുക്ക് 44 കിട്ടും. 44 ഇൻറ്റു 10 ദ ആൻസർ ഈസ് 440. ക്ലിയർ ആയോ? അതായത് ഇതിനർത്ഥം എന്താ അറിയോ? ഈ സീരീസിലെ 3 5 7 9 അങ്ങനെ തുടർന്ന് പോയാൽ ഈ 3 മുതൽ 20 പദങ്ങളുടെ തുക എത്രയായിരിക്കും? 440 ആയിരിക്കും 20 പദങ്ങളുടെ തുക. ക്ലിയർ ആയോ കത്യ? ഇനി ചിലപ്പോഴേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. എങ്ങനെ? ഇങ്ങനെ തരും. 3 + 5 + 7 + 9 എക്സെട്ര ഇങ്ങനെ തന്നാലോ? അത് തന്നെയാണ്. മനസ്സിലായോ? സം തന്നെ കാണാനാണ് പറഞ്ഞേക്കണേ. പ്ലസ് ഇട്ടേക്കണേ സം എന്നാണ് അർത്ഥം കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ?
അപ്പൊ ക്വസ്റ്റ്യനിൽ വെറുതെ നിങ്ങൾക്ക് പ്ലസ് ഇട്ടിട്ട് തന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കണ്ടേ? സമ്മാണ്. ആ ഡൗട്ടുള്ള കൊച്ചെവിടെ പോയി? അപ്പൊ ഇങ്ങനെ തന്നിട്ട് എക്സെട്ര കൊടുത്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ട ഹൗ മെനി ടൈംസ് ഇത് വേണ്ട, ആ ടൈപ്പ് വേണ്ട. യെസ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. അരിത്തമെറ്റിക് മീൻ കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ ശ്രദ്ധിക്കുക. അരിത്തമെറ്റിക് മീൻ. ഇഫ് എ ബി സി ആർ in then B is said to be the AM between A and C. അതായത് ഒരു സീക്വൻസിലെ ഒരു ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളാണ് ഏത്? എയും ബിയും സിയും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ അതിലെന്തായിരിക്കും? എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും, ശരാശരി ആയിരിക്കും. ശരിയല്ലേ? നടുക്ക് നിൽക്കുന്ന ആളായിരിക്കുമല്ലോ ശരാശരി. ശരിയല്ലേ? സെറ്റല്ലേ? ക്ലിയർ ആയോ? ആ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ നടുക്കത്തെ ടേം കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? A+B/2 ചെയ്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2, 4, 6 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ? അത് പറഞ്ഞേ നിങ്ങൾ. അതെങ്ങനെ മനസ്സിലായി? ഇതെല്ലാം 2 വീതമാണ് വർദ്ധിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിൽ നടുക്കത്തെ ടേം കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. നോക്കി, ശരിയാണോ എന്ന്? അപ്പോൾ ഇത് എയും ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ ബി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? A+C/2 ചെയ്താൽ മതി. കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എ എത്രയാ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എ എത്രയാ? 2, 4, 6 എ എത്രയാ? 2 പ്ലസ് സി എത്രയാ? 4. കിട്ടിയില്ല, കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ഇതിപ്പോൾ ഏത് ശ്രേണി എടുത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും. ഏത് ശ്രേണി എടുത്ത് കൊടുത്തത് നേരത്തെ ചെയ്ത 3, 5, 7 നോക്കാം നമുക്ക്. 3, 5, 7. ഇതിൽ നടുക്കത്തെ ടേം എങ്ങനെ കാണാം? 3 + 7 എത്രയാ? 10. 10/2 എത്രയാ? 5. കത്തിയില്ലേ സംഭവം? കത്തിയില്ലേ? അപ്പോൾ ആദ്യത്തെ 3 ടേം തന്നിട്ട് നടുക്കത്തെ ടേം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എയും ബി പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എയും സിയും പ്ലസ് ചെയ്തിട്ട് /2 ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കിയാൽ നിങ്ങൾ. ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 4 and 8. 4നും 8നും ഇടയിലുള്ള നമ്പർ കാണാൻ പറഞ്ഞു. 4ന് ഇടയിൽ നടുക്കൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കണേ നിങ്ങൾ പറഞ്ഞേ? 4+8/2 ചെയ്താൽ പോരെ? 8 + 4 12/2 നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പൊ നടുക്കത്തെ നമ്പർ എത്രയാ? 6 ആണ്. 4, 6, 8 ആണത്. കത്തിയോ? അതായത് 4നും 8നും ഇടയിൽ മോളെ ഏതോ ഒരു നമ്പർ ഉണ്ട്. നടുക്കത്തെ നമ്പർ തന്നിട്ടില്ല. നടുക്കത്തെ നമ്പർ കാണാൻ എളുപ്പവഴി പറഞ്ഞില്ലേ? ABC ആണെങ്കിൽ ബി കാണാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ എയും സി ഇവിടെ 4, 8 അല്ലേ? 4, 8ന് ഇടയിലുള്ള നമ്പറല്ലേ തരാത്ത. അപ്പൊ 4, 8 + 2 ചെയ്താൽ പോരെ? അപ്പൊ 8, 4, 12. 12/2 എത്രയാ? 6. കത്തിയോ? ഓക്കെ. ഇനി ഇങ്ങനെയാണെങ്കിലോ? ഇൻസെർട്ട് 4 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 5 and 20. 5നും 20നും ഇടയിൽ എത്ര ഇത് ഉണ്ടെന്ന് പറയണത്? എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേക്കണേ? എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതിനർത്ഥം ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം ആണ് 5. ശരിയാണോ? 20 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? അപ്പൊ ഫസ്റ്റ് ടേം നമുക്കറിയാം. ഫസ്റ്റ് ടേം എത്രയാ? 5. 20 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? 5ാമത്തെ ടേം. 6th അല്ലേ വരിക? 5 ആണോ വരിക?
കാരണം നടുക്ക് 4 ഇല്ലേ, ഇൻസെർട്ട് 4 നടുക്കുണ്ട്. ആറാമത്തെ. അപ്പൊ എക്സ് 6 ആണ് 20. ശരിയല്ലേ? കത്തിയില്ലേ? രണ്ട് ടേമുകൾ തന്നാൽ കോമൺ ഡിഫറൻസ് കാണും. ഞാൻ തൊട്ട് മുമ്പ് പഠിപ്പിച്ചല്ലോ ഏത് ഇക്വേഷൻ? എക്സ് എൻ മൈനസ് എക്സ് എം ബൈ എൻ മൈനസ് എം അല്ലേ? അവിടെ എക്സ് എൻ എത്രയാ? ഏതെടുക്കണ്ടേ ഞാൻ ആദ്യം? 20 മൈനസ് 5 ബൈ ഇവിടെ എഴുതാട്ടോ. 20 മൈനസ് 5 ബൈ 6 മൈനസ് 1. ശരിയല്ലേ? 6 മൈനസ് 1 അല്ലേ വരാ? 6th ടേമും ഫസ്റ്റ് ടേം അല്ലേ? ശരിയല്ലേ? അപ്പൊ 20 5 കുറച്ചാൽ 6 1 കുറച്ചാൽ അപ്പൊ എത്ര കോമൺ ഡിഫറൻസ്? 3. ഇനി നമുക്ക് ടേം കണ്ടുപിടിക്കാൻ സുഖല്ലേ? ഫസ്റ്റ് ടേം 5 ആണെന്നറിയാം. അപ്പൊ അടുത്ത ടേം എത്ര ഇരിക്കും? 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? അപ്പൊ 8 കിട്ടും. 8ന്റെ കൂടെ 3 കൂട്ടിയാൽ 11ന്റെ കൂടെ 3 കൂട്ടിയാൽ 14ന്റെ കൂടെ 3 കൂട്ടിയാൽ 17 കൂടി 20 കിട്ടും. അപ്പൊ നടുക്കുള്ള 4 ടേം കിട്ടിയില്ലേ? എത്രയൊക്കെയാ? 8 11 14 കത്തിയാ ചോദിച്ചോ? നമ്മളടിയില് n മൈനസ് എം ഉള്ളോടത്തേ എന്താ ഈ 6ഉം 1ഉം കൊടുക്കണത് ആ നമ്പറിന്റെ എന്താ പൊസിഷൻ ആണത്. അതന്നെയാണ് അവിടെ കൊടുക്കണേ. അതെ, അതാണ് 20ാമത്തെ ടേം. അതായത് 6th ടേം അല്ലേ മോളെ 20? അപ്പൊ അടിയിൽ 6ഉം മോളിൽ 20 അങ്ങനെയാണ് വരേണ്ടത്. മനസ്സിലായോ? കണ്ടോ? കത്തിയില്ലേ? ഓക്കെ. അപ്പൊ അത് ഒന്നായിട്ട് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കണം കേട്ടോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നോക്കിയാൽ മതി. പിന്നെ ജോമെട്രിക് പ്രോഗ്രഷൻ ആണേ. യെസ്, ഇതാണ് പ്രോഗ്രഷൻ. നമുക്ക് ടേം അറിയില്ല. 3 ടേംസ് കാണാനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ, അങ്ങനെ എപ്പോഴും വന്ന് കണ്ടിട്ടൊന്നുമില്ല. നോക്കി, ഫൈൻഡ് ദ 3 numbers in AP whose sum is 9 and the product is minus 165. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ? 3 നമ്പേഴ്സ് കാണാന് എപ്പിന്റെ, അതിന്റെ സം അത് കൂട്ടി കഴിഞ്ഞാൽ 9 കിട്ടും, ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 165 കിട്ടും. അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? ഇത് വരാറുണ്ട്, ചിലപ്പോൾ വേവി വരാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊരു ഓർത്ത് വയ്ക്കുക, ഈ 3 നമ്പറിൻ്റെ കേസ് പറഞ്ഞാൽ ആ 3 നമ്പർ നിങ്ങൾ എപ്പോഴും എന്തായിട്ട് എടുക്കണം? ആ 3 നമ്പർ എങ്ങനെ ഏറ്റെടുക്കണം? എ മൈനസ് ഡി, എ പ്ലസ് ഡി. ഏതാണ് ആ 3 നമ്പറുകൾ? 3 നമ്പർ നിങ്ങൾക്ക് അറിയില്ല. ആ 3 നമ്പർ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എങ്ങനെ എടുക്കേണ്ടത്? എ മൈനസ് ഡി, എ പ്ലസ് ഡി. കത്തിയ എല്ലാവർക്കും? ഇല്ല. അതായത് തൊട്ട് മുമ്പത്തെ ഒരു ബോക്സ് നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. ഇത് ഒന്ന് ബോക്സിലാക്കി ഇടണേ. കാരണം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 3 നമ്പേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ആ 3 നമ്പറിനെ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യണം? ഫസ്റ്റ് നമ്പർ നമ്മൾ എ മൈനസ് ഡി ആയിട്ട് അസ്യൂം ചെയ്യണം. സെക്കൻഡ് നമ്പർ എ ആയിട്ട് അസ്യൂം ചെയ്യുക. തേർഡ് എ പ്ലസ് ഡി ആയിട്ട് അസ്യൂം ചെയ്യുക. അതായത് നടുക്കത്തെ എ ആണെങ്കിൽ തൊട്ട് മുമ്പത് കാണണമെങ്കിൽ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതിയല്ലോ. അടുത്തത് കാണണമെങ്കിലോ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കണ്ടേ? 3 നമ്പറുകൾ എങ്ങനെ എടുക്കണ്ടേ? യെസ്, എ പ്ലസ് ഡി. ഇനി നമുക്ക് സമ്മല്ലേ തന്നേക്കണേ? സമ്മല്ലേ 9? അപ്പോൾ എല്ലാം കൂടി കൂട്ടാം. നമ്മുടെ 3 നമ്പർ ഏതൊക്കെയാണ് നമ്മൾ എടുത്തേക്കണേ? എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് എ പ്ലസ് ഡി. ശരിയല്ലേ? ഈക്വൽ ടു 9. കത്തിയോ? കത്തിയില്ലേ? ചോദിച്ചോളൂ. ക്ലിയർ അല്ലേ? 3 നമ്പറിന്റെ സം 9 എന്നല്ല പറഞ്ഞത്. അപ്പം 3 നമ്പർ കൂട്ടാന്നല്ല അർത്ഥം. അപ്പം എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി. ഇതിൽ നമുക്ക് മൈനസ് ഡിയും പ്ലസ് ഡിയും കട്ടായി പോകും. പിന്നെ 3 എ പ്ലസ് എ. അപ്പോൾ എയും കൂടി കൂട്ടിയാൽ എത്രയായി?
അപ്പോൾ A is equal to എന്ത് വരും? 9 minus 3. എത്രയാ? 9/3. ഫസ്റ്റ് ടേം കിട്ടിയില്ലേ? ഫസ്റ്റ് ടേം അല്ല, നടുക്കത്തിട്ട്. ക്വസ്റ്റ്യൻ പറയോ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? വേറെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫൈൻഡ് 3 numbers in AP whose sum is 9 and the product is -165. അതായത് 3 നമ്പർ കാണാൻ പറഞ്ഞേക്കണത്. ഈ 3 നമ്പറുകൾ കൂട്ടിയാൽ, പരസ്പരം കൂട്ടിയാൽ 9 കിട്ടും. ഈ 3 നമ്പറുകൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് -165 കിട്ടും. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? മീനിങ് മനസ്സിലായോ? അപ്പം 3 നമ്പർ എങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞേ. A minus D plus A minus D plus A plus D. ഓക്കെ, A മൈനസ് ഡി എ പ്ലസ് ഡി. ഈ 3 നമ്പറിന്റെ സമ്മ് എന്നല്ലേ 9 പറഞ്ഞേക്കണേ. സമ്മ് എന്ന് പറയുന്ന അർത്ഥം തുക. അപ്പോൾ 3 കൂടി കൂട്ടുക. A മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി സിക്കൽ ടു 9. ക്ലിയർ ആയോ? ഇതിൽ മൈനസ് ഡിയും പ്ലസ് ഡിയും കട്ടായി പോവില്ലേ? 2 1 പ്ലസ് 1 മൈനസും അല്ലേ? കട്ടായില്ലേ? ഇനി ബാക്കി എത്ര എ ഉണ്ട്? എ പ്ലസ് എ പ്ലസ് എ. അപ്പൊ 3A സിക്കൽ ടു 9 എഴുതി കൂടെ. അപ്പൊ A സിക്കൽ ടു എന്ത് വരും? 9 divided by 3. ഈ 3 അപ്പുറത്ത് കൊണ്ടുവരുമ്പോ ഡിവൈഡ് ആവും. അപ്പൊ 3 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് നടുക്കത്തെ ടേം 3 ആന്ന് മനസ്സിലായി. ക്ലിയർ ആയോ? എ അല്ലേ 3? എ എന്ന് പറഞ്ഞ നടുക്കത്തെ ടേം അല്ലേ? ഇനി അടുത്തത് നമ്മളോട് പ്രൊഡക്റ്റാ പറഞ്ഞേക്കണേ. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന അർത്ഥം ഗുണനഫലം. അതായത് 3 കൂടി ഇൻറ്റു ചെയ്താൽ -160. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A മൈനസ് ഡി ഇൻറ്റു A into A plus D ഈക്വൽ ടു is equal to -165. യെസ്. നമുക്ക് എയുടെ വാല്യൂ അറിയാലോ. എ എത്ര കിട്ടിയേക്കണേ ഇപ്പൊ നമുക്ക്? 3. അപ്പൊ എയുടെ പ്ലേസിലൊക്കെ 3 എന്നിട്ട് കൊടുത്തൂടെ? അപ്പൊ 3 മൈനസ് ഡി ഇൻറ്റു 3 ഇൻറ്റു 3 പ്ലസ് ഡി ഇസ് ഈക്വൽ ടു -165. ക്ലിയർ? എല്ലാവരും ക്ലിയർ ആയോ? ക്ലിയർ ആയാ? അതായത് ഈ എയില്ലേ, എയുടെ പ്ലേസിൽ എ മൈനസ് ഡി ഇൻറ്റു എ പ്ലസ് ഡി എന്നല്ലേ? ഇതിലെ എയുടെ പ്ലേസിൽ എനിക്ക് 3 എന്നിട്ട് കൊടുക്കാമല്ലോ. 3 കണ്ടുപിടിച്ചില്ലേ നമ്മൾ? A3 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എയുടെ അവിടെ 3 ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ 3 മൈനസ് ഡി ഇൻറ്റു 3 ഓൾറെഡി എ ആണ് ഇൻറ്റു 3 പ്ലസ് ഡി. ക്ലിയർ ആയോ? എത്തിയോ? ഇതിൽ 3 മൈനസ് ഡിയും അതേപോലെ 3 പ്ലസ് ഡി ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ 3നെ വേണമെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 3നെ അപ്പുറത്തോട്ട് ഇൻറ്റു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? എന്താവും? ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ എന്ത് വരും? 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു -165/3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? വെരി ഗുഡ്. ഇതെങ്ങനെ പഠിച്ചു പോനെ? പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇത് പറഞ്ഞോ. 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ A സ്ക്വയർ ഏതാ? 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ശരിയല്ലേ? അത് ഒരേപോലെ വന്നത്. ബ്രാക്കറ്റ് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂല. 3 സ്ക്വയർ മൈനസ്, അതായത് ഈ ഇക്വേഷൻ വെച്ചത് A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സിക്കൽ ടു A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 3 പ്ലസ് ഡി ഇൻറ്റു 3 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. സെറ്റ് അല്ലേ? മൈനസ് ഡി സ്ക്വയർ. അപ്പൊ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3ന്റെ സ്ക്വയർ എത്രയാ? 9. അപ്പൊ 9 മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു -165/3. -165/3 എത്രയാ വരണേ? ഇത് എത്ര ആൻസർ കിട്ടുക? -165ന് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? കാൽക്കുലേറ്ററിലൊന്നും ചെയ്യാമോ? 55. യെസ്. അപ്പൊ നമുക്ക് 55 എന്ന് കിട്ടി. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് എഴുതാം കേട്ടോ.
അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു -55. കത്തിയോ നിങ്ങൾക്കത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പറഞ്ഞുതരാം. ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോൾക്ക് അറിയാമോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അറിയില്ലെങ്കിൽ ബോക്സിലാക്കി വെക്കണം. മനസ്സിലായോ? അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ ഇതും എയും ബിയും ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി തന്നെയല്ലേ എവിടെയും വരിക? 3 പ്ലസ് ഡി ഇൻറ്റു 3 മൈനസ് ഡി. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു -55. ക്ലിയർ ആയോ? 3 സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ എത്രയാ? 9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 55 -55. ക്ലിയർ ആയോ? മൂന്നിൻ്റെ സ്ക്വയർ 9, ഡീൻ്റെ സ്ക്വയർ ഡി സ്ക്വയർ ആണ്. കത്തി മൈനസ് ഡി സ്ക്വയറിന് ഇവിടെ നിർത്താണ്. ഈക്വൽ ടു -55 -9. -55 -9 എത്രയാ? -64 അല്ലേ? അപ്പം മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു -64. ക്ലിയർ? 55 -9 64. കത്തിയില്ലേ? ഇത് സൈൻ വേണമെങ്കിൽ കളയാം. അപ്പോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 64 വരും. രണ്ട് സ്ഥലത്ത് സൈൻ കളഞ്ഞാൽ മതി. ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പ്ലസ് ആവും. അപ്പോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ 64 ആണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു എന്താ വരിക? റൂട്ട് 60. 64 റൂട്ട് എത്രയാ? 8. ഇവിടെ സ്ക്വയർ ആണെങ്കിൽ മോളെ സ്ക്വയർ കളയണമെങ്കിൽ ഇപ്പുറത്തെ റൂട്ട് എടുക്കണം. ഇപ്പുറത്തെ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കളയണമെങ്കിൽ ഇപ്പുറത്തെ നമ്പറിന്റെ റൂട്ട് എടുക്കണം. അങ്ങനെയാണ് മാത്സ്. മനസ്സിലായടാ? ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഈ ഡി സ്ക്വയർ കളയണമെങ്കിൽ ഇപ്പുറത്തെ നമ്പറിന്റെ റൂട്ട് എടുത്താൽ മതി. കത്തിയാ? അപ്പോൾ 8 എന്ന് കിട്ടും നമുക്ക് ആൻസർ. അപ്പോൾ നമുക്ക് ഡി കിട്ടിയില്ലേ? 8 എന്ന് കിട്ടിയില്ലേ? ഡി എത്ര കിട്ടി നമുക്ക്? 8. അപ്പോൾ നമുക്ക് പിന്നെ ആ 3 ടേംസ് കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? ഇനി ആ 3 ടേംസ് അപ്പോൾ ഏതൊക്കെയായിരിക്കും? 3 മൈനസ് 8 അല്ലേ? 3 8. യെസ്. അപ്പോൾ -5 3 11. ഇതാണ് ആ 3 ടേംസ് കേട്ടോ. ക്ലിയർ ആയോ? നമ്മൾ 3 ടേംസ് എങ്ങനെ എടുത്തേക്കണോ? ആ 3 ടേം ഏതൊക്കെയാ? 3 ടേം ഏതൊക്കെയായിരുന്നു? എ മൈനസ് ഡി എ പ്ലസ് ഡി എന്നല്ലടാ. എ നമുക്ക് നേരത്തെ കിട്ടിയില്ല. എത്ര? 3 എന്നല്ലേ കിട്ടിയേക്കണേ? അപ്പൊ 3 മൈനസ് 8 എത്രയാ? -5. കത്തിയാ? എ 3 അറിയാം. ഇനി എ പ്ലസ് ഡി. അപ്പൊ 3 പ്ലസ് 8 എത്രയാ? 11. അപ്പൊ സീക്വൻസ് കിട്ടിയില്ലേ? -5 3 11. ഇതാണ് നമ്മുടെ ആ 3 ടേമുകൾ. ഈ 3 ടേമുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നതും ഈ 3 ടേമുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് -165 കിട്ടുക. കത്തിയാ? ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ. ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ അതിൽ വീഡിയോ ഇടാം. ഇനി അടുത്ത ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. കുറച്ചും കൂടി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം എടുത്ത് നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. അയച്ചുതരാം.